നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെയും അവരുടെ ലേണിങ്ങിൻ്റെയും ഒരു ഭാഗമാവാനായിട്ട് നമ്മൾ പേരൻസിന് സാധിക്കണം. സോ ചെറിയ കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഒരു 2 മാസമൊക്കെ ആയ കുഞ്ഞുങ്ങൾ, അവരുടെ കൂടെ നമ്മൾ എങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യണം, അവരുടെ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ അവരോട് കളിക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ കുഞ്ഞിനെ മലർത്തി കിടത്തിയ ശേഷം ഒരു പാട്ട് പാടി കൊടുക്കാം. എന്നിട്ട് ആ ഒരു പാട്ടിൻ്റെ താളത്തിൽ നമ്മൾ അവരുടെ കാലിൻ്റെ പാദത്തിൽ തട്ടുകയും ചെയ്യാം. ഇതിലൂടെ കുഞ്ഞിന് പുതിയൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുക. ഇതിലൂടെ കുഞ്ഞിനെ കേൾക്കാനുള്ള, അതായത് അവരുടെ ലിസണിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ കുഞ്ഞിനോട് സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ്. കുഞ്ഞിനെ നമ്മുടെ ഫേസ് ടു ഫേസ് പിടിക്കുകയോ അല്ലെങ്കിൽ കിടത്തുകയോ ചെയ്തിട്ട് അവരുടെ കണ്ണിൽ നോക്കി തന്നെ നമുക്ക് സംസാരിച്ചു തുടങ്ങാം. അപ്പോൾ കുഞ്ഞ് നമ്മളോട് തിരിച്ച് അവരുടേതായ രീതിയിൽ ചില ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് സംസാരിക്കും. അവർ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും സംസാരിക്കാനായിട്ട് തുടങ്ങാം. എന്നിട്ട് അവർക്ക് വീണ്ടും സംസാരിക്കാനായിട്ടുള്ള ഒരു ഗ്യാപ്പും കൊടുക്കാം. ഇതിലൂടെ കുഞ്ഞിൻ്റെ ലാംഗ്വേജ് സ്കില്ലും അവരുടെ ഭാഷയും ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ കണ്ണിലോട്ട് തന്നെ നോക്കി സംസാരിക്കുന്നതിലൂടെ അവർക്ക് നമ്മൾക്ക് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്, നമുക്ക് അവരോട് സംസാരിക്കാൻ ഇഷ്ടമാണ് എന്നുള്ളൊരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. മൂന്നാമത്തെ കാര്യം, കുഞ്ഞിൻ്റെ ഏതെങ്കിലും ഒരു കളിപ്പാട്ടം എടുത്തിട്ട്, എസ്പെഷ്യലി കുഞ്ഞിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അത്രയും നല്ലതാണ്, പക്ഷേ സേഫ് ആയിരിക്കണം എന്നുള്ളത് മാത്രം ശ്രദ്ധിക്കുക. എന്നിട്ട് അത് കുഞ്ഞിൻ്റെ ഏതെങ്കിലും ഒരു കൈൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് പതുക്കെ അത് പുറകിലേക്ക് കുറച്ച് ദൂരത്തേക്ക് കൊണ്ടുപോവുക. ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. പിന്നെ 2 സൈഡിലും ഇത് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. ഈ ഒരു സമയത്ത് കുഞ്ഞിനെ അത് പിടിക്കാനായിട്ട്, ആ ഒരു കളിപ്പാട്ടം പിടിക്കാനായിട്ട് കുഞ്ഞിനെ എൻകറേജ് ചെയ്യുകയും വേണം. ഇതിലൂടെ കുഞ്ഞിൻ്റെ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട്, അതായത് കൈ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു.